ഒരു 3 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്ത് നിങ്ങൾക്ക് ഒരു പുതിയ ബിസിനസ് തുടങ്ങണം. ഓഫീസിലെ പെയിന്റിംഗ് വർക്കുകളൊക്കെ കഴിഞ്ഞ ശേഷം ബാക്കി വന്ന പ്രൊഡക്ട്സ് ഒക്കെ എടുത്തു വെക്കുമ്പോഴാണ് എനിക്ക് ആ സംശയം വന്നത്. ശരിക്കും നമ്മൾ ഒരു പെയിന്റ് ഷോപ്പ് തുടങ്ങുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം? ഇതിന് മിനിമം എത്ര ഇൻവെസ്റ്റ്മെന്റ് വരും? നമുക്ക് നോക്കിയാലോ. എന്റെ ഈ സംശയങ്ങൾക്കൊക്കെയുള്ള ഉത്തരത്തിനായിട്ടാണ് ഞാൻ ആലപ്പുഴയിലുള്ള ഹീറോ പെയിന്റ്സിന്റെ ഓഫീസിലായിട്ട് എത്തിയത്. എന്തൊക്കെയാണ് ഒരു പെയിന്റ് ഷോപ്പ് തുടങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട ബേസിക് കാര്യങ്ങളൊന്നും, അതിന് ഇൻവെസ്റ്റ്മെന്റ് എത്ര വരുമെന്ന് നമുക്ക് ഇവരോട് തന്നെ നേരിട്ട് ചോദിച്ചാലോ. ഏതൊരു ബിസിനസ് തുടങ്ങുമ്പോഴും നമുക്ക് ആദ്യം തന്നെ വേണ്ടത് മാർക്കറ്റ് റിസർച്ച് ആണ്. നമ്മൾ ഏത് ഏരിയയിലാണ് തുടങ്ങാൻ പോകുന്നത്, ആ ലൊക്കേഷൻ, പിന്നെ അവിടെ ഏതൊക്കെ ഷോപ്പുകളാണ് റൺ ചെയ്യുന്നത്, അവർ കൊടുക്കുന്ന സർവീസസ് എന്തൊക്കെയാണ്, ഏതൊക്കെ ബ്രാൻഡാണ് ഡിമാൻഡ് ആയിട്ടുള്ളത്, ആരാണ് നമ്മുടെ ടാർഗറ്റ് ഓഡിയൻസ് അല്ലെങ്കിൽ ടാർഗറ്റ് കസ്റ്റമേഴ്സ്, ഇൻഡസ്ട്രിയൽ ഏരിയ ആണോ, റെസിഡൻഷ്യൽ ഏരിയ ആണോ, കോൺട്രാക്ടേഴ്സ്, പെയിന്റേഴ്സ്, അങ്ങനെ നമ്മുടെ കസ്റ്റമേഴ്സിനെയും നമ്മൾ ഐഡന്റിഫൈ ചെയ്യുക. നമ്മളൊരു പെർഫെക്റ്റ് ലൊക്കേഷൻ ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഏത് ബ്രാൻഡാണ് നമുക്ക് കൂടുതൽ പോകുന്നതെന്ന് മനസ്സിലാക്കാം. അപ്പോൾ അത്തരം ബ്രാൻഡുകളുമായിട്ട് നമ്മൾ ടൈപ്പ് ഉണ്ടാക്കുക. അതുകൂടാതെ നമുക്ക് അതിനുവേണ്ട മറ്റു ആക്സസറീസ്, ബ്രഷുകൾ, സാൻഡ് പേപ്പർ, അതുപോലെയുള്ള മറ്റ് ആക്സസറീസും നമ്മൾ അവൈലബിൾ ആക്കണം. ഇനി നമ്മൾ അതിന്റെ കോസ്റ്റ്, റവന്യൂ കാര്യങ്ങളൊക്കെ കാൽക്കുലേറ്റ് ചെയ്യാം. അതിൽ നമ്മുടെ റെന്റ്, സ്റ്റാഫിനുള്ള സാലറി, നമ്മുടെ ഷോപ്പ് സെറ്റപ്പ് ചെയ്യാനുള്ള കോസ്റ്റ്, ഇത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാം. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് നമുക്ക് വേണ്ട ലൈസൻസുകൾ. നമ്മൾ ചൂസ് ചെയ്യുന്ന ഏരിയ കോർപ്പറേഷനോ മുനിസിപ്പാലിറ്റിയോ പഞ്ചായത്തോ ഒക്കെ ആകാം. അപ്പൊ അവിടെ നിന്ന് നമുക്ക് വേണ്ട ലൈസൻസ് നമ്മൾ ഒബ്റ്റെയിൻ ചെയ്യണം. ഇനി ഇതിന് എന്ത് ഇൻവെസ്റ്റ്മെന്റ് വരും, എന്ത് പ്രോഫിറ്റ് മാർജിൻ ഉണ്ട്, ഇത്തരം കാര്യങ്ങളൊക്കെയായി നമുക്ക് പാർട്ട് 2 വീഡിയോയിൽ കാണാം.